കോൺട്രാസ്റ്റ് ബെൻടെക്സ് ബോർഡറിൽ വന്നിരിക്കുന്ന നല്ല സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബ്ലാക്ക് ആണ്. ബ്ലാക്കും നല്ലൊരു റാണിയും കൂടിയുള്ള കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി നമ്മൾ ഡ്രേപ്പ് ചെയ്താലും. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. അതിലൊരു ഗോൾഡൻ സെറി, ഒരു ഫ്ലോറൽ പാറ്റേണിൽ ബുട്ടി വർക്ക് വരുന്നുണ്ട് ത്രൂ ഔട്ട് ദ സാരി. ഈ ഒരു പാറ്റേണിലാണ്. അപ്പോൾ ഒരു ലോവർ വരുന്ന ആ ഒരു ബെൻടെക്സ് ബോർഡർ വന്നിട്ട് മിഡിൽ പോർഷനിൽ ആ ഒരു ഗോൾഡൻ സെറിയിലുള്ള ബുട്ടി വർക്കും നല്ല പാറ്റേണിലാണ്. ആ ഒരു ബോർഡറിലും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. ഇതാണ് ആ ഒരു പാറ്റേൺ വരിക. ബോഡിയിൽ ഈ ഒരു മോട്ടീവ്സ് വന്നിട്ട് ഇതായിരിക്കും ബോർഡർ ഡീറ്റെയിലിങ്. മുന്താണി സിമ്പിൾ പല്ലുവാണ്. ആ ഒരു സെറി വൺ സ്റ്റൈലില് ആ ഒരു അതേ മോട്ടീവ്സ് തന്നെ ആയിരിക്കും സാരിയുടെ പല്ലുവിലും വരുന്നത്. ഇതിന് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നതും ആ ഒരു റാണി പിങ്കിൽ തന്നെ ഗോൾഡൻ സെറി ആ ഒരു ബുട്ടി വർക്കിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും. നമ്മൾ ഡ്രേപ്പ് ചെയ്താൽ നല്ല ഒതുങ്ങി നിൽക്കുന്നത് സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരെ. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഒരു വെഡിങ് പോലുള്ള ഫംഗ്ഷൻ എല്ലാം ഡ്രേപ്പ് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. പല്ലു സിമ്പിൾ പല്ലുവാണ്. ഗോൾഡൻ സെറി ലൈൻസിലാണ് സാരിയുടെ മുന്താണി. നല്ല ഫ്ലോയി ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് ആയിട്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ട്രാൻസ്പെറൻസി ഇല്ല. ആ ഒരു സിൽക്ക് ഫോമിൽ തന്നെ വന്നിരിക്കുന്ന നല്ല ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നോൺ ട്രാൻസ്പെറന്റിലാണ് സാരിയുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ വന്നിരിക്കുന്ന ഒരു ബോഡി കളർ മാത്രം ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിന്റെ ബോഡി കളർ പറയുകയാണെങ്കിൽ ഒരു ബർഗണ്ടി ബ്ലെൻഡഡ് കോഫി ബ്രൗൺ ആണ്. കോഫി ബ്രൗണും ബർഗണ്ടി ടോണും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഒരു ഷെയ്ഡ് വന്നിട്ട്. റാണിയിൽ തന്നെയാണ് സാരിയുടെ ഒരു കോമ്പിനേഷൻ വരുന്നത്. സെയിം അതേ ബെൻടെക്സ് ബോർഡർ ആയിരിക്കും. ഡബിൾ സൈഡ് വന്നിട്ട് ഒരു ഗോൾഡൻ സെറി ഫ്ലോറൽ മോട്ടീവ്സ് ആണ് ത്രൂ ഔട്ട് ദ സാരി വരുന്നത്. പല്ലു സെയിം സ്റ്റൈൽ ബ്ലൗസ്. നെക്സ്റ്റ് സാരി പാറ്റേണും ഫാബ്രിക്കും എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇത് വരുന്ന നല്ലൊരു കലംകാരി ഡിസൈനിലുള്ള ബോർഡർ പല്ലു വരുന്നുണ്ട്. ബോഡി വരുമ്പം ഒരു പേൾ ക്രീമില് ഒരു സെറി വുമൻ പാറ്റേണിലാണ് സാരിയിലെ ബോർഡറിൽ ഒരു ബുട്ടി വർക്ക് വന്നിട്ട് നല്ലൊരു സിമ്പിൾ ബോർഡർ വരുന്നുണ്ട് സെറിയിൽ തന്നെ. അത് കഴിഞ്ഞ് വരുന്നത് കലംകാരിയിലായിരിക്കും ബോർഡർ വരുന്ന സാരി. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് സിൽക്ക് ആണ് സാരിയുടെ മെറ്റീരിയൽ. നമുക്കൊരു ഫംഗ്ഷൻ എല്ലാം ഡ്രേപ്പ് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ. നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് ആണ്. ലൈറ്റ് വെയിറ്റ് ഫാബ്രിക് ആണ്. ഞാൻ ഉടുത്ത് കാണിക്കുമ്പോൾ അറിയാലോ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ട്രാൻസ്പെറൻസി ഇല്ല സാരിക്ക്. ഇതായിരിക്കും സാരിയുടെ ഒരു ലുക്ക് വരുന്നത്. നല്ല നീറ്റായിട്ട് നിൽക്കുന്ന പ്ലീറ്റ്സും നമുക്ക് വളരെ ഡ്രേപ്പ് ചെയ്യാം. അതെല്ലാം ചെറിയ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ഡബിൾ സൈഡിലും ആ ഒരു ബ്ലാക്കിലാണ് കലംകാരി ഡിസൈൻസ് വരുന്നത്. അത് നല്ലൊരു ഫിഗർ മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിലും എല്ലാമാണ് ആ ഒരു കലംകാരി, ആ ട്രഡീഷണൽ കലംകാരി ഡിസൈൻസ് ഉണ്ടല്ലോ, അതേ പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വന്നിട്ട്. ബോഡിയിൽ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലുള്ള ഒരു സെറി വൺ ഫ്ലോറൽ ഡിസൈൻസിലുള്ള മോട്ടീവ്സ് ആണ് ബോഡിയിൽ വരുന്നത്. ഇതായിരിക്കും ബോഡിയിൽ ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ബോർഡർ ആ ഒരു സെറിയിലുള്ള പാറ്റേൺ വന്നിട്ടാണ് കലംകാരി ഡിസൈൻസ് വരുന്നത്. മുന്താണിയും സെയിം പാറ്റേൺ തന്നെ അതേ ആ ഒരു ഫിഗേഴ്സിലും ഫ്ലോറൽ ഡിസൈൻസിലുമാണ് സാരിയുടെ പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. ബ്ലൗസ് ബ്ലാക്കിൽ ഒരു ഫ്ലോറൽ പ്രിന്റിൽ ഈ ഒരു ബനാറസി ബുട്ടി വർക്ക് ഉണ്ടല്ലോ, ഈ ഒരു ബുട്ടി വർക്ക് ആയിരിക്കും ബ്ലൗസിൽ വരുന്നത്. ആ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം സെയിം തന്നെ വന്നിരുന്നത്. പേൾ ക്രീമും ബ്ലാക്കും കൂടിയുള്ള കോമ്പിനേഷൻ തന്നെയാണ്. കലംകാരിയിൽ തന്നെയാണ് ആ ഒരു ഡിസൈൻസും വരുന്നത്, ബോർഡർ വരുന്നത്. ആ ഒരു ഡിസൈനിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ പീകോക്ക് മോട്ടീവ്സിലായിരിക്കും സാരിയുടെ മുന്താണി വരുമ്പം പീകോക്ക് മോട്ടീഫും ആ ഒരു കലംകാരി ഡിസൈനിലും ആയിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ്. ബോഡി സെയിം തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു പേൾ ക്രീമിൽ തന്നെ ഒരു ബനാറസി ബുട്ടി വർക്കിലുള്ള ബോഡി വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കളറിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഒരു ഗ്രേഷ് ബ്രൗൺ ആണ് സാരിയുടെ ബോർഡറിന്റെ ആ ഒരു ബേസ് വരുന്നത്. അതിൽ അതേ കലംകാരി ഡിസൈൻസ് തന്നെ ആയിരിക്കും ബോർഡർ വരുന്നത്. ഫിഗർ മോട്ടീവ്സിൽ തന്നെയാണ് സാരിയുടെ മുന്താണി, ബ്ലൗസ്. സെയിം കോമ്പിനേഷൻ. ആ ഒരു കലംകാരി ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇതിന് പല്ലു വരുമ്പോൾ പീകോക്ക് മോട്ടീവ്സിലാണ് സാരിയുടെ മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. പേൾ ക്രീം ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരു പേൾ ക്രീമിൽ തന്നെ സെൽഫ് കളറിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് ആണ് സാരി വന്നിരിക്കുന്നത്. ഫാബ്രിക് പറയുകയാണെങ്കിൽ നെറ്റ് കോട്ടയാണ്, സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. അതിൽ ആ ഒരു പേൾ ക്രീമിൽ തന്നെയുള്ള നല്ലൊരു ക്രോഷ്യോ ലേസ് വർക്ക് ആണ് ബോർഡർ വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ക്ലോസറിൽ കാണിക്കാം കേട്ടോ. നല്ലൊരു ഒരു കട്ട് വർക്ക് വരുന്നുണ്ട് സാരിയിൽ. ആപ്ലി കട്ട് വർക്ക് വന്നിട്ട് അതിൽ ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് സാരിയിൽ. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു കട്ട് വർക്ക് ഡിസൈൻസ് വരുന്നത്. ഒരു മസ്ലിൻ ആപ്ലി കട്ട് വർക്കിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് നല്ലൊരു ജാൽ പാറ്റേണിൽ പേൾ ക്രീമിൽ തന്നെയാണ് ഒരു എംബ്രോയിഡറി വർക്ക്. ഇതാണ് എഡ്ജിൽ ഒരു ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നുണ്ട് സാരിയുടെ ബോർഡറിന്റെ വരുമ്പോൾ. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു കട്ട് വർക്ക് പാറ്റേണിൽ തന്നെ. ഇതാണ് ആ ഒരു മസ്ലിൻ ഫാബ്രിക് വെച്ചിട്ടാണ് ആ ഒരു ആപ്ലി കട്ട് വർക്ക് വന്നിരിക്കുന്നത് സാരിയിൽ. അത് കൂടാതെ അതേ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഫുൾ ബോഡി. ബ്ലൗസ് റണ്ണിങ്ങാണ് വരുന്നത്. സെയിം അതേ പാറ്റേണിൽ തന്നെ ആ ഒരു ക്രോഷ്യോ ലേസ് വർക്കിലുള്ള പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത് സാരിക്ക്. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതിന്റെ പ്ലീറ്റ്സ് വരുമ്പോൾ ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ലോവർ ഏരിയ ഫുൾ വർക്ക് വന്നിട്ട് അപ്പർ പോർഷൻ പ്ലെയിൻ ആയിരിക്കും.